സീനത്തെ നിങ്ങള് നീച്ചിക്കണോ? ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ നിങ്ങള് നല്ല ഉറക്കത്തിലായിരുന്നു. അതേ ഞാൻ വിളിക്കാതിരുന്നത്. ഞാനവിടെ വെറുതെ അങ്ങനെ കടന്നപ്പോഴേ ആണ്ട് ഉറങ്ങിപ്പോയി. എന്താ അറിയില്ല, ക്ഷീണം. ആരെങ്കിലും വന്നില്ലടി? ആരും വന്നിട്ടൊന്നുമില്ല. നമ്മളെ രതീഷ് ചോദിച്ചു ആചാരക്കൊക്കെ എങ്ങോട്ടേലും പോവാണ്ടോന്ന്. പിന്നെ ഇമ്മ നിങ്ങളോട് എന്തൊക്കെ പറയണമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ഞാനേ നമുക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം. റംല, കാക്കൂന് കുറച്ച് കട്ടൻ ചായ എടുക്ക. പിന്നെ ഉച്ചക്ക് എന്താ ആയത്? പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് സാമ്പാറാക്കാം. പിന്നെ ബീഫോ ചിക്കനോ എടുക്കണോ? ഇന്നലെ ഇപ്പൊ ബീഫ് തന്നെയല്ലേ ഉണ്ടാക്കിയത്? അതിലുണ്ട് മീന്. എന്നാ ഈ മീൻ ഉണ്ടാക്കിക്കളാ. അല്ലമ്മ, നിങ്ങൾ കാക്കൂനോട് പറയാന്ന് പറഞ്ഞിട്ട് അത് കാക്കോടെ ഇരിക്കുന്നുണ്ടേ. നിങ്ങൾ ചെന്ന് പറയേ. സീനത്ത് ഞാൻ പറയേ, 4 ദിവസമല്ലായിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ പറയാൻ നിക്കന്നേണേ. അല്ലമ്മ, ആ പൈസന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളൊരു തീരുമാനം പറഞ്ഞു. ഞാനിതെന്താ കാട്ടണ്ട്? നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യും? അതിനിടയിൽ അവന്റെ ഒരു പൈസന്റെ കാര്യം. പിന്നെ പൈസന്റെ കാര്യം പറയാതെ ഇജും മീ പറഞ്ഞിട്ടല്ലേ ഞാൻ പൈസ കൊടുത്ത്. സെമിറജ് ഇങ്ങനെ ചാടി കളിക്കൊന്നും വേണ്ട, ബേജാറാവണ്ട. ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് എടുത്തതാണ്. ആളിയാക്കാനോട് പറഞ്ഞോളാ. അത് നിങ്ങൾ ഇപ്പോഴല്ലേ പറയേണ്ടത്. അതെ, അന്ന് ആ പൈസ എടുക്കുന്നതിന്റെ മുന്നേ ആളിയാക്കാനോട് പറയേണ്ടത്. ഇനിയിപ്പോ ആളിയാക്കാനോട് എന്താ പറയണത്? ഞാൻ അതിന് നിങ്ങൾ തന്നെ തീരുമാനം ഉണ്ടായിക്കോളൂ. അജരേഖ, പിന്നെ സ്വിഫ്റ്റ് ഞാൻ രാവിലെ സർവീസിന്റെ കൊടുത്തതാണ്. പിന്നെ നമ്മക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോയാൽ പോരെ? ഞാൻ രാവിലെ വിളിച്ചാൽ നിങ്ങൾ ഉറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വൈകുന്നേരത്ത് കിട്ടുന്ന പറഞ്ഞ പോലെ അത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മതിയടാ. കമ്പനി ഏറ്റവും പോകണം, നമുക്കിത് എടുത്ത് പോവാം. പിന്നെ വൈകുന്നേരം 1-2 സ്ഥലം പോകാനുണ്ട്. കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് ഓളതില് പാല് പറഞ്ഞോളൂ. ഇതാണ് കുടിച്ചളി. ഓളോട് എന്തേലും പറഞ്ഞ ഓള് കേൾക്കണത് വേറെ. അതിന് ഓളെ കണക്കാക്കണോ? അനക്കാണ് നോക്കിക്കൂടെ? രതീഷേ, ഇത് ചായ കുടിച്ചോടാ? ഞാൻ ചായ കുടിച്ചു അജരേഖ. ഞാന് പുറത്തുണ്ടാവും, എന്തെങ്കിലും വിളിച്ചോണ്ട്. ആയിക്കോട്ടെ. റീമേ, ഒരു കാര്യം പറയാനായിരുന്നു. സുബൈദാന്റെ കാര്യം ഇപ്പൊ ഇങ്ങനെ കൊറേ ആയില്ലേ പോണു. നമുക്ക് എന്തേലും കൊടുത്താണ്ട് നമുക്ക് കണ്ട് ഒഴിവാക്കായിരുന്നു. കൊറേ ആയില്ലപ്പോ ഇതിങ്ങനെ. കുട്ടികളും അതന്നെ പറയുന്നത്. ഇതിപ്പോ നിങ്ങളെ അഭിപ്രായം അതോ സൈനത്തിന്റെ അഭിപ്രായോ? നമ്മ കൊണ്ടേ കളയാന്ന് പറഞ്ഞാൽ അത് പൂച്ചും പട്ടിയൊന്നും അല്ലല്ലോ കൊണ്ടാണ് കളയാന്. സീനത്തെ ജുമ്മാനാണ് കൊണ്ടേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. കണ്ടില്ലമ്മ, അതിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. അതിനിപ്പോൾ സുബൈദാന്റെ ചിന്ത തന്നെ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് പോകണ്ടേ, എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നും. സുബൈദ, പോവാനായില്ലേ? അതെ, ചെയ്ത വരണം. എന്റെ കഴിഞ്ഞു നേരായി. അല്ലേ ചെന്ന് എവിടെ പണി? ഇന്നത്തെ പണി KC ആചാര്യല്ലേ, അവിടെയാണ്. നമ്മൾ നാളെ ഒരു ദിവസം പോയില്ലേ അവിടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് അന്നേരം ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല പണി. അതിന് എവിടെയാണെങ്കിലും നമ്മള് പണിക്ക് പോണതല്ലേ, നമുക്ക് അതിനിപ്പോ എന്താ കുഴപ്പം? അതിന്റെ നോട്ടും അതിന്റെ വർത്താനം എനിക്കിഷ്ടമില്ല. അത് നമ്മള് ശ്രദ്ധിക്കേണ്ട അച്ചാന്തി. എന്നാ ആയിക്കോട്ടെ ചേച്ചേ, നടക്കേ. അതായത് ഇപ്പൊ നമ്മൾ ഒരുങ്ങിയില്ലേ? ബോസേ, അന്ന് നമ്മളെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ചർച്ച ഉണ്ടായില്ലേ? റഹീമാജി മുജീബാക്കി എല്ലാവരും വന്നിട്ട്, നമ്മളെ മെമ്പറൊക്കെ വന്നിട്ട്. ആ ചർച്ചന്റെ അന്നേ റഹീമാജിനെ മുജീബാക്കാനൊന്നും അങ്ങനെ പിണക്കി വിടണ്ടില്ലായിരുന്നു. അതുപോലെ പിണക്കി വിട്ടോന്നൊരു സംശയം എനിക്ക്. ഹംസേ, ദത്ത് പണക്കി വിട്ടു അജ്ജു പറയണ്ടേ? നമ്മളെ കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അത് പറയാണ്ടാക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യമുണ്ട്. അനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ഹുസൈൻ ഉണ്ടല്ലോ, ഹുസൈനാക്കാക്ക് മുയ് പട്ടാണെന്ന്, അതായത് പ്രാന്തനാണെന്ന് ഈ നാട് മുയും വെച്ച് പറഞ്ഞു വരുത്തണം. അതിന് വേണമെങ്കിൽ 10-15 കുട്ടികളും കൂട്ടിക്കോ. അതിന് എന്താ ചെലവ് വെച്ചാ ചന്ദ്രനോട് പറയാൻ ഞാൻ തരും. എന്തേ? അതായിക്കോട്ടെ, അതിനുള്ള വഴി ഞാൻ ഉണ്ടായിക്കോളാം. പേടിയും പേടിച്ചണ്ട, ചെക്കന്മാരെ ഞാൻ കൂട്ടിക്കോളാം. പിന്നെ നമ്മളാ ബാലേട്ടല്ലേ അക്കരെ പുറത്തുള്ള കൂലിപ്പണിക്കൊക്കെ പോണ ഏട്ടൻ, അയാളെ മോളെ കല്യാണം ഉണ്ട്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, എടാ എന്റെ ബോസിനോട് പറഞ്ഞാണ്ട് കുറച്ച് പൈസ എനിക്ക് സംഘടിപ്പിച്ച് തരണം. കാരണം എന്താ വെച്ചാല് മകളെ കല്യാണൊക്കെ അല്ലേ, പൈസന്റെ ആവശ്യമുണ്ട്. അതിന് ഇജ്ജൊരു വഴി ഉണ്ടാക്കി തരണം എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയത് എന്താ വെച്ചാല് അയാളെ വീടുമല്ലേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്ക് ലോണൊക്കെ ഉണ്ട്. അപ്പൊ ഞമ്മളിപ്പോ അത് എന്താ ചെയ്യണ്ടേ?
അത് ശരി. എന്താ പാവങ്ങളെ സഹായിക്കാൻ നമുക്കൊരു ചടപ്പ് ഇല്ല, നമ്മൾ എന്ത് വേണം ചെയ്യും. പക്ഷെ അംസേ, നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കണം. കാരണം അവിടെ എന്തൊക്കെ സ്ഥലം ഉള്ളതൊന്നും ആ ആധാരം ഉണ്ടാവില്ല ഇതിന്. അത് ബാങ്കിൽ വെച്ചിട്ട് എത്ര കായ് എടുത്തിക്കണു, പിന്നെ എത്ര കായ എടുത്തിന് അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടണമല്ലോ അതിന് സ്ഥലത്തിന്. ഇതൊക്കെ ഒന്ന് പോയി നോക്കി ചുറ്റുപാടൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കായ് കൊടുക്കാം. പാവങ്ങളെ സഹായിക്കാനല്ലേ അംസേ ഈ ചന്ദ്രൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അല്ല പിന്നെ ആ അതായിക്കോട്ടെ. അതിനെന്താ നിങ്ങള് ബാങ്കിൽ പൈസ എത്ര അയാള് എടുത്തുക്കണമെന്നുള്ളത് അറിയണമെങ്കിലേ നമ്മളൊരു ചങ്ങായി ഉണ്ട് ബാങ്കില്. ഞാൻ ഓനെ കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള വിവരം നമുക്കറിയാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അയാളെ പേരയും സ്ഥലമൊക്കെ അല്ലേ, അത് ഞാനും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പോയി അന്വേഷിച്ചോളാം, ഞാൻ കണ്ടോളാം. ആ ഉസ്യാക്കല്ല വരുന്നത്. അയാൾ ചേലും കോലും നോക്കച്ച് അതൊക്കെ ശരിക്കും പ്രാന്തായോ ആയോ എനിക്കറിയില്ല. എടാ ചന്ദ്ര, ജിന്നെ പിരാന്തനാക്കിയല്ലടാ, എന്റെ കാലിനും പറ്റിച്ചാണ്ട്. പിരാന്തന്മാർക്ക് ഒന്നും ചോദിച്ചാ കുട്ടാണി വണ്ടി ആ വർത്താനം ഇവിടെ വേണ്ട. എടാ അംസേ, രണ്ടാളിന്റെ ഇടവും മലും ആണട്ടോ. ഇതിന് മുറ്റ പ്രാന്താടാ. അത് പോണ പോക്കൊക്കെ ഇതിന് പ്രാന്ത് തന്നെയാണ്. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ആ അല്ലേ, വാ. ഹാജിരാക്ക, ആ ഇനിയിപ്പോ പറമ്പൻ തന്നെയല്ലേ വരണ്ടേ? തൊഴിലുറപ്പിന്റെ പണിക്കാർ എത്ര ആളുണ്ടെന്ന്? അവർക്ക് ഭക്ഷണമൊക്കെ ശരിക്കും കൊടുത്തില്ലേ? KCHനോടെ വന്നിട്ട് മോശമാകാൻ പറ്റില്ല കേട്ടോ. ഹാജിരാക്ക 11 ആളോളം ഉണ്ട്. പിന്നെ ഓൽക്കുള്ള രാവിലത്തെ ചായയും കടിയും ഉച്ചക്കത്തെ ഭക്ഷണം കൊടുത്തേക്കണു. ഞാൻ ഇപ്പൊ വന്നത് എന്താ അറിയോ, ഇപ്പൊ വൈകുന്നേരത്തെ ചായ ആയിട്ടാണ് പോണം. എന്തെല്ലാം പണിയുടെ നടന്നു എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും കൂടി ഒന്ന് പോയി നോക്കുക. അത് വേണം, നമ്മളോടെ വന്നിട്ട് മോശമാക്കാൻ പാടില്ല. പിന്നെ അല്ല, എൻ്റെ കുടുംബക്കാരത്തി ആ സുബൈദെന്ന് പഠിക്കുന്നുണ്ടോ? ആ സുബൈദൊക്കെ ഉണ്ട് പണിക്ക്. ഓളേ എൻ്റെ ഒരു അകന്ന കുടുംബാണ്. ഏറ്റവും അടുത്തൊരാളാക്കിയിട്ട് നിങ്ങൾ കൂട്ടണ്ട. നമ്മൾ ഏതെങ്കിലും ആണ്ടൊന്ന് പോയി നോക്കാം കേട്ടോ, നാളെ കാണും ചെയ്യാം. ആ എത്ര പോലെ അകന്ന കുടുംബമാണ് അടുത്ത കുടുംബം. കുടുംബല്ലേ, അത് മതി. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. അതിപ്പോ ഇനി വലിയൊരു പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിന്റെ കാരണം എന്താ അറിയോ, ആ പൈസ ഇനി പോയിട്ടൊക്കെ അങ്ങനെ കിട്ടണം ഉണ്ടെങ്കിൽ തന്നെ മോന്റെ മാർക്ക് ഇപ്പൊ നമ്മളും അതേമാർക്ക് ആവണം. അപ്പൊ നമുക്ക് അങ്ങനെ ആവാൻ കഴിയുമല്ലോ. അപ്പൊ ഏതായാലും റഹീമേ അന്യം കുട്ടികളോട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അവിടെ പോയി നോക്ക. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോഴേ. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാലേ ശ്രമിച്ചു നോക്കി കേട്ടോ. ആ നോക്ക. ആ മുജീബാക്ക, ആജാക്ക ഒത്തുമ്പോ ഞാൻ വിളിക്കാം. അത് വിളിച്ച. ആ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ഹുസൈനെ, എന്നോട് ഇപ്പൊ വരാൻ പറഞ്ഞതേ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം മുജീബ് പറഞ്ഞിട്ടുണ്ടാവും. ചന്ദ്രനോട് നമ്മളെ എന്തേലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓൻ എന്തും ചേരും. അതേപോലെ ഇപ്പൊ നമുക്ക് പറ്റൂല്ലോ. ഒരു കാര്യം ചെയ്യേ, ഇജ്ജ് എന്തേലും വേറെന്തേലും കാര്യങ്ങൾ ആലോചിക്കും. അള്ളാന്റെ അടുത്ത് മുതൽ കുറയല്ലോ ഹുസൈനെ. എന്തേലൊക്കെ ഒരു വഴി ഉണ്ടാവും. അത് റഹീമേ, ഇവര് അതിന്റെ അടിയിൽ വേറൊരു സംഭവങ്ങളൊക്കെ നടന്നേക്കണു. അതെന്തേ? ചന്ദ്രനും ഇവനും കൂടി ഇവിടെ അങ്ങാടിയിൽ നിന്ന് പോന്നിട്ടേ ഒരു പിടിവലി എന്തൊക്കെ കൂടിക്കണു പറഞ്ഞു. ആ ബസീർ പറയേ, ആ ബസീർ അതിൽ വണ്ടിയിലൊക്കെ പോകുമ്പോ കണ്ടാണ് അവര് ബസീർ പറയേ. അപ്പൊ ഞാനിപ്പോ ഇജ്ജ് പറഞ്ഞ മാർക്കിനെ പോന്നപ്പോ അവനോട് പറഞ്ഞതാണ്. പറഞ്ഞു കൊടുത്തു. ഇപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം നമ്മള് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലിപ്പോ ഇനിയിപ്പോ എന്താ വേണ്ടത് എന്നുള്ളത് ഹുസൈൻ ഒന്ന് പറ. നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാലോ, ഞാൻ വിറ്റ മില്ലിൽ തന്നെ ഞാൻ പണിയെടുക്കണം. മില്ല് പണിയെടുത്തിട്ട് എന്ത് കിട്ടാനാ മുജീബേ? അതുകൊണ്ട് ഇപ്പൊ ചെലവിന് തന്നെ തികയില്ല. പിന്നെ ഇപ്പൊ എനിക്ക് അറിയുന്ന ഏർപ്പാട് പറഞ്ഞ മരത്തിന്റെ ഏർപ്പാടല്ലേ, അത് തുടങ്ങണമെന്നുണ്ട്. ചുരുങ്ങിയ 5 ലക്ഷം ഉറുപ്പ്യയിലും വേണം. അന്ന് നമ്മൾ പോയപ്പോഴേ ചന്ദ്രനിൽ നിന്ന് കിട്ടുന്ന പേരിയെ ഇപ്പോ അത് കിട്ടും ചെയ്തില്ല. ആകെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്താണെങ്കിൽ ഒത്തുമില്ലേനും. അതൊക്കെ അറിയാലോ. റഹീമ, എന്താ ഇപ്പൊ നമ്മള് ചെയ്യണു? ഇപ്പൊ ഈ നടത്തം ഇങ്ങനെ നടന്നിട്ടും ഒരു കാര്യമില്ല, പറഞ്ഞിട്ടും കാര്യം തന്നെയാണ്. അതെ. അപ്പൊ എന്തെങ്കിലും ഒരു പോകുമ്പായി ഇജ്ജ് പറ. അതിപ്പോളേ ഒരു കാര്യം ചെയ്യാം. തൽക്കാലം ഒരു 5 ലക്ഷം ഉറുപ്പ്യേ ഞാൻ ഉജ്ജും കൂടിയെ തിരുമറി ചെയ്തേക്കാണ്ട് ഹുസൈനാണ് കൊടുക്കുക. ഓൻ കച്ചവടം തുടങ്ങിക്കോട്ടെ. അതൊക്കെ ശരിയായിക്കോളൂ ഹുസൈനെ. ഇത് ധൈര്യമായിട്ടേ മുന്നോട്ട് പോയിക്കോ. ആയിക്കോട്ടെടാ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല. ഞാൻ അതുകൊണ്ടേ ഇന്നെ പഴയ കച്ചവടം തുടങ്ങിയാണ്ട് എങ്ങനെയെങ്കിലും അത് പൈസ തിരിച്ചു തരും.
ഞാൻ മുമ്പിന്റെ അറിവില്ലായ്മ കൊണ്ട് അവൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇവരൊരിക്കലും ഞാൻ മറക്കൂലടാ. ആ അത് സാരല്ലോ ഹുസൈനെ, മനുഷ്യന്മാർക്ക് പല അവസ്ഥ അല്ലടാ. അവൻ സാരല്ല, അതിന്റെ പേരിലേ ഇജ്ജ് വിഷമിക്കൊന്നും വേണ്ട. ആ എന്നാ വരും മുജീബേ, ചായ കുടിച്ചിട്ട് പോവാം. ഹുസൈനെ വാ. ഓലൊക്കെ ആദ്യം പോയില്ലേ സുബൈദ? ഓല അതിലാണ് പോയി, ഓൾക്ക് അതിലുള്ള സൗകര്യം. നമുക്ക് ഇതിനാണ് പോകാം. വലിയ ഓട്ടോറിക്ഷയും കിട്ടുകയാണെങ്കിലേ നമുക്ക് ഓട്ടോറിക്ഷയിലാണ് പോകാം. അല്ല, ഞമ്മക്ക് ഇവിടെ ചായയും കടിയൊക്കെ കൊണ്ടുവന്ന് ആ അനീഫാക്കാന്റെ കുടുംബം? എന്റെ ഉമ്മാന്റെ വകീലൊരു കുടുംബം. ആചാരെ നോക്കി ഇറങ്ങിട്ടാ ഓലതാ പണി കഴിഞ്ഞിട്ട് കേറി വരണം തൊടുന്ന്. ആ പണിയൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ കുറച്ച് നേരത്തെ വരാൻ വിചാരിച്ചായിരുന്നു. ചായ ഒക്കെ കുടിച്ചില്ലേ? ഭക്ഷണമൊന്നും കുഴപ്പമില്ലല്ലോ? ഭക്ഷണമൊക്കെ കിട്ടിയേക്കണു, നല്ല കൊശി അയക്കണു. ഞങ്ങളിത് എങ്ങനെയാണ് പോവാന്ന് വിചാരിച്ചിട്ടേ. പോവല്ലേ? അനീഫ, എൻ്റെ ആ കുടുംബക്കാരത്തില്ലേ, ഓളെ കാര്യമില്ല വെച്ചാ മഹാപാവാണ്. ആ റഹിമാജിന്റെ പെണ്ണുങ്ങളാൾ എപ്പോഴും ഓള്, പക്ഷെ 2 പേരിലാണ്. ഇപ്പൊക്കെ ഒരാങ്ങളില്ലേ കുഞ്ഞിക്കോയെ, ഓനോട് ജിന്റെ അടുത്തൊന്ന് വരാൻ പറയുന്നു. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ആയിക്കോട്ടെ ആചാര, ഞാൻ കൊണ്ടുവരണ്ടേ? ആ ആയിക്കോട്ടെ, മതി. ആ കേട്ടോ, ആളവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് ഭാഗ്യമുണ്ട്. കാര്യങ്ങൾ സംസാരിച്ചോളി. ആ ചന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞ ബാലേട്ടനാണിതേ. നിങ്ങൾക്ക് അറിയില്ല മൂപ്പരെ? അറിയില്ലേന്നോ? എന്താ അംസേജി പറയുന്നത്? ഞാൻ അറിയാത്തൊരു ബാലേട്ടനോ? ബാലേട്ടാ എന്താ സുഖം തന്നെ അല്ലേ ബാലേട്ടാ? എന്തിനാട്ടാ, എൻ്റെ മകളെ കല്യാണക്കാരിയാണ്, അത്യാവശ്യമായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം. 2 വർഷം കുടുംബത്തിനോട് സഹായിക്കൂലേ? പിന്നെ സഹായിക്കൂലെന്നോ? എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സഹായിച്ചൊക്കെ ജീവിച്ചു പോവുക അല്ലേ? ആ നിലയ്ക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ അംസേ, കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ, അല്ല അത് അറിയാലോ അല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അതുപോലെ ചെയ്തോ. പിന്നെ ബാലേട്ടാ, ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ ആണല്ലോ പറയാ, ഒരു 1-2 പേപ്പറിലൊന്ന് ഉഷാറായിട്ടൊന്ന് ഒപ്പിടാണ്ട് ഭാര്യനെ പേരിൽ പിടിച്ചിട്ട് ഇങ്ങനെ മറത്ത് ഒന്നുകൊണ്ട് ഒപ്പിടിച്ചാൽ മതി. പിന്നെ 1-2 വേറെ പേപ്പറുകളുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു ചെക്ക് 1-2 അങ്ങനെയുണ്ട്, 2-3 ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വീട്ടിൽ റെഡി ഇങ്ങനെ നിൽക്കുക. നമ്മുടെ അംസ കാശായിട്ട് വീട്ടിൽ വരും. എന്താ പോരെ? അപ്പൊ റെഡി ആയിട്ട് കാശ് കിട്ടും. ചന്ദ്രൻ ഇവിടെ ഇല്ലേ? എന്തിനാ? ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ വലിയ ഉപകാരമുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ ശരിയാക്കി. ഓ ശരി ശരി. അപ്പൊ ഒക്കെ പറഞ്ഞാൽ പറ്റിട്ട് വരട്ടാ, പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചോളി. സംഭവം എടുത്തു. ശരി. പിന്നെ അംസേ, ഈ അവിടെ പോയിട്ട് പേരൊക്കെ കണ്ടല്ലോ അല്ലേ? പിന്നെ ബാങ്കില് ബാധ്യതകൾ എങ്ങനെ? അതെ, ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാലേ അതിന് മാത്രം വലിയൊരു ബാധ്യത ഒന്നും ബാങ്കിലില്ല. ആ കൊടുക്ക, നിങ്ങള് കൊടുക്കാറിന് ഏറ്റ പൈസ അല്ലേ, അതിനുള്ള മുതലുണ്ട്, അതിന്റെ അപ്പുറമുള്ള മുതലുണ്ട്. മതി, നമുക്ക് കൊണ്ട് വേറെ പണിയാവരുത്. പണിയാവൂല. അപ്പൊ നീ ഉറപ്പാണല്ലോ കൊടുക്കാന്നുള്ളത്? എന്നാ പിന്നെ ധൈര്യമായിട്ട് പോയിക്കോ, പേപ്പറൊക്കെ വാങ്ങിക്കോ. വേണ്ട എന്താ ചന്ദ്ര. ശരി. പ്രതീക്ഷേ, ഇവിടെ ഒരു ലീന ചേച്ചി ഉണ്ട്. ആ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ടേ ഒന്നുകൊണ്ട് വരാൻ പറയട്ടോ. അങ്ങനെ ചെയ്യാല്ലേ? പോയിട്ട് വിളിച്ചിട്ട് വാ. ആചാരൊക്കെ എന്താ നിങ്ങൾ വിളിച്ചത്? നിങ്ങളൊന്ന് പണിക്കോയിട്ടില്ലേന്നോ? ആ പണി കഴിഞ്ഞ് വന്നതാ. ആ ചേച്ചിയെ, സുബൈദാക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടേനോ. ഞാൻ നേരിട്ട് കൊടുത്താലേ ഓള് വാങ്ങൂല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പൈസ നിങ്ങളെ കയ്യിൽ വെക്കുക. ഓൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾ അതിനെടുത്ത് കൊടുത്താൽ മതി. അത് ഞാൻ തന്നൊന്നും ഓളോട് പറയണ്ട. അപ്പോൾ നിങ്ങളെ പൈസ ആയിട്ട് തന്നെ നിങ്ങളെ രീതിയിൽ ഓളെ സഹായിച്ചാൽ മതി. അതേ പറ്റുള്ളൂ. അതുകൊണ്ടാ ചേച്ചി, ആചാര്യ പറഞ്ഞു മനസ്സിലായില്ലേ? ഓളെടുത്ത് പോയി നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൂല. അതൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങളെ എന്താ വെച്ചാലേ ആചാര്യ പറഞ്ഞ മാതിരിക്കേ വേണ്ടപോലെ ചെയ്താണ്ടി, ആവശ്യം എടുത്തു കൊടുത്താണ്ടി. ആചാര്യ തന്നാണ് ഇപ്പൊ തൽക്കാലം ഇപ്പൊ പറയണ്ട. വാസിയും ഇതൊക്കെയാണല്ലോ. നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു നോക്കാം. പിന്നെ ഇപ്പൊ ഓളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ, ഏതായാലും നോക്കാം. ആയിക്കോട്ടെ. അല്ല, ഞാൻ ആചാരാക്കാൻ ഇത് പോരുന്നത് അല്ല, ഇതിനെ മനസ്സിലായി നേരെ സമയം അതും ഇല്ല. പൊന്നാര കുഞ്ഞ്, ഇജ് ഹാജരാക്കാനൊന്ന് കാണേ, അന്നേറ്റ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാണ്. അതിനുള്ള മെച്ചം എനിക്ക് ഉണ്ടാവും. ഇജ് വിചാരിച്ച മാതിരിയല്ല ഹാജരാക്കാം. ആളു സാറാ. ഇതെത്ര മെച്ചം?
ഇത് എടുത്തോ എന്റെ ആചാര്യ. ആചാര്യപ്പണ് വരും കുഞ്ഞെ, ഇജൊന്ന് സബൂറാക്ക്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ കോയാ ഫാനൊന്നും ഇട്ട് കൊടുക്കാത്ത? ആചാര്യക്ക നിങ്ങൾ എന്നെ കാണുന്ന് പറഞ്ഞ നീഫേ, അപ്പൊ അതെന്താ ഇങ്ങനെ പോരേ, എന്തേ രാവിലെ? അത് കാര്യമായിട്ടൊന്നുമല്ല. നമ്മൾ ഈ പറമ്പിലേ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങൾ വന്നപ്പോ ആ കൂട്ടത്തിൽ എന്റെ സുഖൈതി ഉണ്ടായിരുന്നു. ഓള് ഈ പണിയെടുക്കണോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ്. അപ്പൊ ഓളെ കുറിച്ചൊന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ അനീഫാന്റെ കുടുംബമല്ലേ. അത് ശരി, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഓളിട്ട് പറഞ്ഞാലും കേൾക്കൂല. ഓളിപ്പോ ഒറ്റക്കാ പരിയിൽ ഇങ്ങനെ നിൽക്കണു. ഓളെ കൂട്ടുകാരെ ലീനച്ചുണ്ടാവേ. ഞാനും കൊറേ പറഞ്ഞു നോക്കി, ഓളെ മാപ്പിളയും കൊറേ പറഞ്ഞു നോക്കി, പറഞ്ഞാ കേക്കണ്ടേ? ഓൻ പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ സുബൈദ കേൾക്കുക? അതിന് ഓളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഓളെ കാര്യത്തിലൊരു മാന്യമായ തീരുമാനം എടുക്കണം. ഞാനിപ്പോ അതിലത്താചരാക്ക തീരുമാനം എടുക്കാന്. അതിപ്പോ റഹിമാജി വിളിച്ചായിട്ടൊന്നുമല്ലല്ലോ, ഓളിന്റെ ഒരു തീരുമാനത്തിൽ എത്തണ്ടേ? അങ്ങനെയല്ല കുഞ്ഞുകോയ, എന്തായാലും എന്റെ പെങ്ങളല്ലേ. എനിക്കാണ് ആ പെണ്ണിനെ കാണുമ്പോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. അതിപ്പോളേ രണ്ടും രണ്ട് കൊമ്പത്തല്ലേ. വിലാപ്പറമ്പിലെ റഹിമാജിക്കാണെങ്കിൽ വേറെയും പെണ്ണുങ്ങളും ഉണ്ട്. നിന്റെ കാഴ്ചപ്പാടിൽ ഞാൻ മുന്നോട്ട് പോകില്ല. ഇജ്ജത് ഇടപെട്ടിക്കാണ്ട് എങ്ങനെയെങ്കിലും രണ്ടും രണ്ട് വൈക്കാക്കി തന്നാൽ ഞാൻ അതിന് വേണ്ടി എന്താ ചെയ്യുക ഒക്കെ ചെയ്തു തരാം. അതൊന്നും ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ശരിയാവില്ല. ഞാൻ ഇപ്പൊ അതിൽ ആകെ ഇടങ്ങേറായി നിൽക്കാം. എന്റെ അമ്മായിന്റെ മകൻ പൈസ ഗൾഫിൽ നിന്നിട്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ആ റഹിമാജിട്ട് ഒഴിവാണില്ല, ഇവളൊട്ട് ഒഴിവാകാൻ സമ്മതിക്കണമില്ല. ഇടങ്ങേറായിക്കണു ഇപ്പൊ ഞാനത്. ഏതായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഏതായാലും കാര്യമായിട്ടൊന്ന് നോക്ക്. എനിക്ക് പൈസന്റെ മറ്റേ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ധൈര്യമായിട്ട് ആചാര്യ അടുത്ത് വന്നോണ്ടി. അനീഫ ഇവനൊന്നാട് നടത്തിച്ചാണ്ട് ആട് വണ്ടി കയറ്റിക്ക. ഞാൻ ഏട്ടൻ പോയപ്പോഴേ കുട്ടികളും പോയി, അവിടെ ആരുമില്ല. അപ്പൊ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയെ. അല്ല ലീനച്ചേ, കുറിപ്പൈസന്റെ ദിവസം ആയില്ലേ കൊടുക്കാന്? ഈ മാസം നമുക്ക് പണി കുറവല്ലേനോ? എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഇപ്പൊ എന്താ കാട്ടുക? ഓളോട് 2 ദിവസം കഴിഞ്ഞിട്ടേ തരാതെ പറയണ്ട ബുഷറാനോട്. എന്റെ പൈസ ഞാന് കൊടുത്തേക്കണു. എന്തേലും ഒരു ലേശം പൈസ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ കൊടുക്കുമ്പോ കൂട്ടി കൊടുത്തേക്കണു. നിങ്ങൾ കൊടുക്കേ? അപ്പൊ നിങ്ങളല്ലേ എന്നോട് മിഞ്ഞാന്ന് പറഞ്ഞുള്ള പൈസ ഒക്കെ ഏട്ടൻ കൊണ്ടുപോയി എന്നുള്ളത്. പിന്നീട് നിങ്ങൾക്ക് പൈസ, എന്റെ കുറി പൈസ എടുക്കാനൊക്കെ പൈസ ഞാൻ കൊടുത്ത് അറിഞ്ഞാ പോരാ എനിക്ക്? അത് എവിടുന്നാണിപ്പോ ഈ കുത്തി കുത്തി ചോദിക്കാൻ നിക്കണം? നിങ്ങളെന്റെ കാക്കുവിനെ കണ്ടിനല്ലേ, വെച്ച് മനസ്സിലായി. ഞങ്ങളെ അങ്ങനെ വലിയ പൈസ വാങ്ങിക്കണമെങ്കിലേ അത് നിങ്ങൾ ആചാരകാരനെ തിരിച്ചു കൊടുത്തോണ്ട്. ബുഷറാന്റെ പൈസ ഞാനോട് കൊടുത്തോണ്ട്. എന്താ ശിബോ അർജന്റായിട്ട് വിളിച്ചു? ഞാൻ പരീക്ഷ കയറിയിട്ടുള്ളൂ. സെമീറെ, കണക്കൊക്കെ ഓഡിറ്റ് ചെയ്യാൻ അയക്കണമെന്നുള്ള എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കണക്ക് നോക്കുമ്പോഴേ 6.5 ലക്ഷം റുപ്യ മൊത്തം ഷോർട്ടാണ്. 1.5 ലക്ഷം റുപ്യന്റെ കാര്യം എനിക്കറിയാം, ഇത് തിരുമറെടുത്തി. പക്ഷേ ഈ 5 ലക്ഷം റുപ്യ ഇവിടെ പോയി? 5 ലക്ഷത്തിന്റെ കാര്യമില്ലേ, അത് ഞാനേ കുടുംബത്തിലൊരു ആവശ്യത്തിന് വേണ്ടിട്ട് തിരിച്ചു. അത് ഞാൻ ആളിയാക്കാനോട് പറഞ്ഞ് റെഡിയാക്കിയോളാം. അപ്പൊ ഇതിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. സെമീറെ, ഈ അളിയാനോട് പറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജിന്നോടും കൂടി ഒന്നും മുണ്ടില്ലല്ലോ ഈ 5 ലക്ഷത്തിന്റെ കാര്യം. ഇനിയിപ്പോ ഇപ്പം ഇവിടെ വരും, ആചാര്യം ഇവിടെ വരും. ഓരോട് ഞാൻ സമാധാനം പറയണ്ടേ? ലത്തീഫുണ്ടല്ലോ നമ്മളെ മാനേജർ, ഓൻ ചൂടായിക്കാണ്ട് പോയത് ഈ വിഷയം അറിഞ്ഞിട്ട്. ഇതിന് തീരുമാനം കാണണം. അതിനിപ്പോ ശിബോജി ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കണക്ക് കൂട്ടുമ്പോ എല്ലാരും കൂടി ഇരുന്നിട്ടല്ലേ ഇതാക്കുക. എന്നെ മാത്രം ഏൽപ്പിച്ചാലല്ലത്, ഇനിയും കൂടി ഏൽപ്പിച്ച കാര്യമല്ലത്. അപ്പൊ ഞാൻ ആ സഭയിൽ പറഞ്ഞോണ്ടത്. അതിനിങ്ങനെ എന്നോട് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. സെമീറെ, ഞാൻ ചൂടായതല്ല, കാര്യം പറഞ്ഞാണ്. വരാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ അളിയനെ ആചാര്യം നാട്ടിലുണ്ടായിട്ടില്ല, അത് സംഗതി ശരി തന്നെയാണ്. എന്റെ ഇപ്പൊ നാട്ടിലുണ്ടായിനല്ലോ, എനിക്കെന്താ ഇപ്പാനോടൊന്ന് പറഞ്ഞുകൂടേനാ? പിന്നെ ഇതൊരു കമ്പനിയാണ്, ഇവിടെ നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും കാട്ടാൻ പറ്റൂല. അല്ല ശിബോ, ഇജ്ജിപ്പോ പറയുന്ന കേട്ടാല് ഈ കമ്പനിയിൽ ഇപ്പോ അനക്കും എന്റെ ഉപ്പാക്കും മാത്രമേ അവകാശമുള്ളൂ. അളിയനും ഞങ്ങളെ കുടുംബക്കാർക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് വെച്ച് പറയണത്. പിന്നെ ഒരു 6.5 ലക്ഷം റുപ്യന്റെ കഥയാണത്. അതിനും വേണ്ടി ഇജ്ജിങ്ങനെ ചാടി കളിച്ചേണ്ട ഒരു ആവശ്യമില്ല. ചങ്ങായി, ഇതൊന്നും ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയ വർത്താനല്ല. പിന്നെ ഈ സ്ഥാപനം ഇന്നെ ഏൽപ്പിച്ചിക്കണു. ഇതിന്റെ ഉത്തരവാദിത്വം നമുക്ക് രണ്ടാക്കുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടായി കൊടുക്കേണ്ടി വരും. പിന്നെ ഇന്റെ എപ്പിയും എന്റെ അളിയാനുള്ള ബന്ധമൊന്നും നമ്മൾ വിചാരിച്ചില്ലാറ് അപ്പുറത്തേക്കാണ്. അതൊന്നും ഇപ്പൊ ജിദ്ദീക്ക് വലിച്ചയക്കണ്ട. അതല്ലേലും ഇപ്പോളേ അളിയാക്ക ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ പിന്നാലെ നടക്കാൻ ഒരാളെന്നില്ല നിലക്കാണ് ഇപ്പൊ ഞാൻ കാണുന്നത്.
ബാക്കിയൊക്കെ ജല തീരുമാനിച്ചത്. ഇച്ചു എന്നോട് ഈ വിഷയത്തിലൊന്നും പറയാനില്ല കൂടുതൽ. ഇതൊരു കാര്യം ചെയ്താളാ, ലത്തീഫ് അവിടെ പോയിട്ടേ ഇപ്പാനോടും എന്റെ അളിയനോടൊക്കെ ഈ വിഷയം പറയുന്നതിന് മുന്നേ ഇതിലൊരു തീരുമാനം ഉണ്ടായി കൊടുത്താളാ. ഇന്നും കൂടി കള്ളനാക്കണ പണിയെടുക്കല്ല. കേട്ടില്ല അമ്മ കാക്കു പറഞ്ഞത്? ഞാൻ പറഞ്ഞു ചടച്ചേക്കണം. സുബൈദാന്റെ കാര്യങ്ങൾ പറഞ്ഞാ അപ്പ ദേഷ്യാണ്. ഇനിയിപ്പൊ നമ്മളെന്താ കാട്ടുക? ടീമിനോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. എന്റെ ആങ്ങളുണ്ടല്ലോ, എന്റെ അമ്മജി ഇത് കേക്കുണ്ടോ? അമ്മനോട് പറഞ്ഞിട്ട് എന്താ വെച്ചാ ഓൾക്ക് നഷ്ടപരിഹാരം എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കാം. നമുക്ക് ഓളെ നേരിട്ട് കാണാൻ പോകാം. എന്നാ സമീറെ കുഞ്ഞാക്കാനോട് ഒഴിവുള്ളപ്പണ്ട് വരാൻ പറയാം. നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? ആയിക്കോട്ടെ, വന്നായാണേ കുഞ്ഞാക്കാനോടൊന്ന് പറയാം. അതിപ്പോ എന്തേ മുജീബേ, കുഞ്ഞിക്കോയ കാണണം എന്ന് പറഞ്ഞിട്ട് ഇന്നോനെ പെരീക്കൊണ്ട് വന്നൂടെ? അവിടുന്ന് കണ്ടാ പോരെ? അത് റഹീമേ, രാവിലെ 2 പ്രാവശ്യം വിളിച്ചേക്കണു. ഞാൻ അങ്ങാടിക്ക് പോയപ്പോ 1 വട്ടം വിളിച്ചേക്കുന്നു പറഞ്ഞു. ഞാൻ ഫോണോട് വെച്ച് പോയതായിരുന്നു. വിളിച്ച് കാണിച്ച അളിയാക്കാനെ ഒന്ന് നേരിട്ട് കാണണം, പെരീക്ക് പോണില്ല, അവങ്ങളൊന്ന് വിളിച്ചെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചേ പോലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വലൈക്കും അസ്സലാം. എന്താ കുഞ്ഞിക്കോയ കാണണം എന്ന് പറഞ്ഞ് എനിക്ക് പെരീക്കൊണ്ട് വന്നൂടെ? അതൊന്നും ശരിയാവില്ല. പെരീന്ന് പറഞ്ഞാൽ ചെവിട് കൊടുക്കാൻ പലവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് കാണാമെന്ന് മുജീബാക്കാനോട് പറഞ്ഞത്. ഇജ് ഫോൺ ചെയ്തപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നേരിട്ട് പറഞ്ഞു കൊടുത്താളെ ശരിയാക്കാതെ കൊടു. അത് വേറൊന്നുമല്ല, സുബൈദാന്റെ കാര്യം തന്നെ. അത് ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഉടനെ ഒരു തീരുമാനത്തിലെത്തണം. ഒന്നുകിൽ ഓളങ്ങൾ വിളിച്ചുണ്ടാവുക, അതല്ല എന്നുണ്ടെങ്കിൽ 2 ആളും കൂടി തീരുമാനിച്ച് ഒരു ഉറപ്പിലെടുത്ത് തീരുമാനം എന്ന് വെച്ചാൽ അതെടുക്കുക. അത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാലേ ഓളെ പിടിച്ചെട്ടിക്കാണ്ട് കൊണ്ടാനൊന്നും പറ്റുമല്ലോ. പിന്നെ ഓളെ കാര്യത്തിലേ എനിക്ക് മാത്രമൊന്നല്ല, എല്ലാവരും ഉത്തരവാദിത്തം എനിക്കറിയാം. അതിനെ കുറിച്ചൊക്കെ പോയി നമുക്കേ പറയാക്കാവും നല്ലത്. അത് നിങ്ങൾ അങ്ങനെ എവിടെയും തൊടാത്തൊരു വർത്താനം പറയണത്? ഇമ്മ മരിച്ചതിന് ശേഷം ഓളെ ഭാഗം കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം എനിക്ക് ഉത്തരവാദിത്തങ്ങളും ശരിക്കും പറഞ്ഞില്ല. നിങ്ങൾ തന്നെയാണ് ഓളെ കാര്യങ്ങൾ നോക്കേണ്ടത്, ഞാനല്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അത് പറയാൻ തന്നെ ഞാൻ അവിടെ വിളിച്ചത്. ഞാൻ പോവാണ്. ഇജ്ജിപ്പോ കണ്ട മുജീബ് അവന്റെ നിലപാട് പറഞ്ഞത്? എനിക്കൊക്കെ ആകെ പറ്റിയതേ എൻ്റെ അമ്മ മരിച്ചതാണ്. അതോടുകൂടി എൻ്റെ ഒരു അത്താണികളൊക്കെ പോയി. നമ്മളൊക്കെ എന്ത് പ്രയാസം വിഷമൊക്കെ ഉണ്ടെങ്കിൽ കയറി ചെല്ലുമ്പോഴേ ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ തീരും നമ്മളെ പകുതി സങ്കടം. നമ്മളൊക്കെ നല്ല കാലം എന്ന് പറയുന്നടാ നമ്മളെ അമ്മ ഇപ്പൊക്കെ ഉള്ള കാലമാണ്. പ്രത്യേകിച്ച് നമ്മളമ്മമാര് അത് കഴിഞ്ഞൊക്കെ പോയി. അതെ റഹീമേ, ഇജ് പറഞ്ഞ നേരം തന്നെയാണ്. നമ്മളമ്മയും ഇപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുള്ള അത്താണിയൊക്കെ പോയൊക്കെ ശരി തന്നെയാണ്. ഇജിപ്പോ ആ കുഞ്ഞിക്കോയ പറഞ്ഞിട്ട് കണ്ടേ അതിന് സങ്കടപ്പെടാൻ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ? പോയെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരു സംരക്ഷകനായിട്ട് ഇങ്ങോട്ട് വന്നേക്കണു. തിരിഞ്ഞു നോക്കലും ചെയ്യുന്നു സുബൈദാനൊന്നും. ഇജ് കേൾക്ക ഇത് പാവ് കൊടുത്ത് കണ്ട് ഇങ്ങനെ നിന്നാ അങ്ങനെ അവർക്ക് ആൾക്കാർ ശരിയായിക്കോളും.